സാവി ഇന്ത്യയുടെ രക്ഷകനാകാൻ, ഇന്ത്യൻ ഫുട്ബോളിന്റെ രക്ഷകനാകാൻ തുനിഞ്ഞിറങ്ങിയപ്പോൾ അത് വളരെ വിനയത്തോടെ തന്നെ നിരസിച്ചിരിക്കുകയാണ് നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. വളരെ സിമ്പിളായിട്ട് വിനയത്തോടെ, സാവിയെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും ഞങ്ങൾക്കില്ല, അത്രയ്ക്കും പണമൊന്നും ഞങ്ങൾക്ക് നൽകാൻ പറ്റില്ല എന്ന് ഒരു കൂടിയാലോചനയും ഇല്ലാതെ തീരുമാനമെടുത്തിരിക്കുകയാണ്. വളരെ വിനയത്തോടു കൂടി അങ്ങനെ ഒരു തീരുമാനമെടുത്ത ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു വലിയ സെല്യൂട്ട് തന്നെ കൊടുക്കണം. കാരണം ആ ഒരു വിനയം അത് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. കാരണം അത്രയ്ക്കും നിരാശാജനകമായുള്ള ഒരു തീരുമാനമാണ് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ വളരെ അവിചാരിതമായിട്ടാണ് ഈ വാർത്ത കണ്ടത്. ആദ്യം വിചാരിച്ചു ഇത് ഫേക്ക് ആയിരിക്കും. കാരണം സാവിയെ പോലെ ഒരു ഇതിഹാസം, കഴിഞ്ഞ സീസണിൽ വരെ ബാഴ്സലോണയുടെ കോച്ചായിരുന്ന ഒരു ഇതിഹാസ മിഡ്ഫീൽഡർ അല്ലെ ഇതിഹാസ താരമൊക്കെ ഇന്ത്യയുടെ പരിശീലകനായിട്ട് വരുമോ എന്നുള്ളത് പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പിന്നീട് മനസ്സിലായി ഇത് സത്യമാണ്, ഫേക്ക് ഒന്നല്ല. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഭാരവാഹികൾ തന്നെ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷെ വളരെ സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് നിരാകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യം. കാരണം വേറെ ഏതെങ്കിലും രാജ്യത്തേക്കാണെങ്കിൽ, ഇപ്പം ആഫ്രിക്കയിലെ ഒരു മൂന്നാംകിട രാജ്യത്തിലേക്കാണെങ്കിൽ പോലും സാവി ഇങ്ങനെ ഒരു ഓഫർ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അവർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. ഏത് വിധേനയും അതിനുള്ള ഫണ്ട് അവർ കണ്ടെത്തും. പക്ഷെ ഇന്ത്യൻ ഫുട്ബോൾ വളരെ കോമഡിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ എങ്ങനെയാണ് ഇന്ത്യയിലെ ഫുട്ബോൾ രംഗം വളരാൻ പോകുന്നത് അല്ലെങ്കിൽ വികസിക്കാൻ പോകുന്നത്?